നെടുമ്പാശ്ശേരി മനുഷ്യക്കടത്ത് കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയ NIA സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ പണം നൽകി ഭീഷണിപ്പെടുത്തി ഇറാനിലെത്തിച്ചു. പണം പ്രതികൾ ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റിയെന്നും കണ്ടെത്തൽ. പ്രതി മധു ജയകുമാറും രാജ്യാന്തര അവയവക്കടത്ത് സംഘവും തമ്മിൽ അടുത്ത ബന്ധമെന്നും NIA. മനുഷ്യക്കടത്തിനായി പ്രതി മധു ജയകുമാർ ഓഫീസ് തുറന്നത് ആലുവ കുഴുവേലിപ്പടിയിൽ. മനുഷ്യക്കടത്തിന് മറയാക്കിയ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ 24 കിട്ടുകയും ചെയ്തു. S ശ്യാംകുമാർ വിവരങ്ങളും ചെന്നു. ശ്യാം, മനുഷ്യക്കടത്തിന്, അതും ഹീനമായ അവയവക്കടത്തിന് ഒരു ഓഫീസൊക്കെ തുറന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന നിലയിൽ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ഹീനമാണ്. ഈ മധു ജയകുമാറിന്റെ ബന്ധങ്ങളെ പറ്റി NIA പറയുന്നത് എന്താണ് ശ്യാം? ഹാഷ്മി, മധു ജയകുമാർ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഇയാളുടെ കുഴുവേലിപ്പടിയിലുള്ള ഓഫീസാണ്, അത് മെഡിക്കൽ ടൂറിസം എന്ന പേരിലാണ് സ്റ്റെമ്മ ക്ലബ് എന്ന ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. മനുഷ്യന്റെ ശരീരാവയവങ്ങൾക്ക് പരസ്യമായി വിലവിവര പട്ടിക വച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഓഫീസാണിത്. ഇവിടെയാണ് ഈ ആളുകളെ 14 പേരെ വിദേശത്തേക്ക് കൊണ്ടുപോവുകയും അവരുടെ അവയവങ്ങൾ കച്ചവടം ചെയ്യുകയും ചെയ്യാനായിട്ട് മധു ജയകുമാർ ഉപയോഗിച്ച കെട്ടിടം. ഏതായാലും ഈ കെട്ടിടത്തിന്റെ വിശദാംശങ്ങൾ NIAയും പോലീസും ശേഖരിച്ചിരുന്നു. അതിന്റെ അന്വേഷണം തുടരന്വേഷണം നടക്കുകയാണ്. ഇവിടെ ആരെയൊക്കെ കൊണ്ടുവന്നിരുന്നു, ആരെയൊക്കെയാണ് വിളിച്ചു വരുത്തിയിരുന്നത്, പണം കൈമാറ്റം നടന്നു തുടങ്ങിയ വിവരങ്ങൾ അന്വേഷിക്കുകയാണ്. ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് NIA അവയവക്കടത്തിന്റെ നടുക്കുന്ന കൂടുതൽ വിവരങ്ങൾ പറയുന്നത്. ആദ്യം ഇടത്തരക്കാരെ സമീപിക്കും, അവർക്ക് കുറച്ച് പണം നൽകും, പിന്നീട് അവരെ ഭീഷണിപ്പെടുത്തും. ഇത്തരത്തിൽ കിഡ്നിയും മറ്റ് ആന്തരിക അവയവങ്ങളും ലക്ഷ്യം വെച്ചായിരുന്നു ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. അവയവക്കടത്തിലൂടെ ലഭിച്ച പണം ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റുകയും ഭൂമി വാങ്ങിക്കൂട്ടുകയുമാണ് പ്രതികൾ ചെയ്തത് എന്നുള്ളത് NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. മധുവിനും കൂട്ടാളികൾക്കും സഹായം നൽകിയവരെ കൂടി കണ്ടെത്താനാണ് NIA ഇപ്പോൾ ശ്രമിക്കുന്നത്. മധുവിന്റെ ശരീരാവയവങ്ങൾ പരസ്യമായി വിവരം പറഞ്ഞുകൊണ്ട് വിൽക്കുന്ന ഈ ആലുവ കുഴുവേലിപ്പടിയിലെ ഓഫീസിൽ ആരൊക്കെ എത്തിയിരുന്നു എന്നുള്ളതും അന്വേഷണ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയാണ് NIA തേടുന്നത്. ഹാഷ്മി, ഓക്കെ, ആലുവ കുഴുവേലിപ്പടിയിലാണ് ഓഫീസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഓഫീസൊന്നുമല്ല. മനുഷ്യന്റെ അവയവം വില പറഞ്ഞ് കച്ചവടം നടത്താൻ വേണ്ടി ഉണ്ടാക്കി കെട്ടിയ ഒരു ഓഫീസാണ് കേട്ടോ ആ ഓഫീസ്. അപ്പോൾ എത്രത്തോളം ദയാരഹിത മനുഷ്യന്മാരാണ് എന്നാലോചിച്ച് നോക്കണം. അപ്പോൾ അയാളുടെ ബന്ധങ്ങൾ, അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ, ഇറാനിലെ കടത്തിയെന്നൊക്കെ പറയുമ്പോൾ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉറപ്പായും ഉണ്ടാകും. മനുഷ്യൻ്റെ അങ്ങേയറ്റത്തെ ഗതികെട്ട അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന പണിയായിരുന്നു എന്നുള്ളതാണ് NIA ഇപ്പോൾ പറയുന്നത്. എന്തൊക്കെയാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്നിനി വ്യക്തമാകട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.